ദേശീയ പതാക അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ബിജെപി നേതാവ് എൻ ശിവരാജന് പോലീസ് നോട്ടീസ്. പാലക്കാട് സൗത്ത് പോലീസാണ് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്നായിരുന്നു ശിവരാജന്റെ പ്രസംഗം. ജൂലൈ 7-ന് ഹാജരാകുമെന്ന് ശിവരാജൻ പ്രതികരിച്ചു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഒരു പ്രതിഷേധ പരിപാടിയിലാണ് ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടിയിലാണ് ഇങ്ങനെയൊരു പ്രസംഗം ശിവരാജൻ നടത്തിയിരുന്നത്. എന്താണ് ഇപ്പോൾ ഒരു വിശദീകരണമായി അദ്ദേഹം പറയുന്നത്? സ്മൃതി, ഭാരതാംബ വിവാദം നടക്കുന്നതിനിടയിൽ LDF, UDF മുന്നണികൾക്കെതിരെ BJP തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധം പാലക്കാട് നടക്കുന്നതിനിടയിലായിരുന്നു BJPയുടെ മുൻ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള എൻ ശിവരാജൻ ഈ ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദേശീയ പതാക അപമാനിക്കുന്ന രീതിയിൽ ഒരു വിവാദ പരാമർശം നടത്തുന്നത്. അതായത് ത്രിവർണ്ണ പതാക മാറ്റി കാവിക്കൊടി ദേശീയ പതാക ആക്കണമെന്നുള്ളതായിരുന്നു BJPയുടെ പാലക്കാട് നഗരസഭാ അംഗം കൂടിയായിട്ടുള്ള ശിവരാജൻ ഒരു പരാമർശം നടത്തിയതിന് പിന്നീട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് പാലക്കാട് അരങ്ങേറിയത്. DYFIയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശിവരാജനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടക്കുന്നു. പിന്നീട് DYFIയും കോൺഗ്രസും ജില്ലാ പോലീസ് മേധാവിക്ക് ശിവരാജനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്നുള്ളതായിരുന്നു പരാതി. ഏതായാലും ജില്ലാ പോലീസ് മേധാവി നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ടൗൺ സൗത്ത് പോലീസാണ് കഴിഞ്ഞ ദിവസം ശിവരാജനെതിരെ കേസെടുത്തത്. ജൂലൈ 7-ന് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്നാണ് ഇപ്പോൾ ശിവരാജന് പോലീസ് നൽകിയിട്ടുള്ള നോട്ടീസിൽ പറയുന്നത്. ഏതായാലും 7-ാം തീയതി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നുള്ളത് ശിവരാജൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. താൻ പറഞ്ഞത് BJPയുടെ ഒരു ആവശ്യമല്ല, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് താൻ പറഞ്ഞത്. അതിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ശിവരാജൻ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ശിവരാജനെതിരെ പ്രതിഷേധങ്ങളെല്ലാം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസ് ശിവരാജനെതിരെ കേസെടുക്കുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ശിവരാജനെ ഇപ്പോൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.